നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. പാതി വഴിയിൽ മുറിഞ്ഞു പോയ നിങ്ങളുമായുള്ള ഈ പ്രണയം കൂട്ടിച്ചേർക്കുവാൻ ഈ വ്യക്തി വരുന്നു. അതെ, ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. പോസിറ്റീവായ ചിന്താഗതിയോട് കൂടി വേണം കാണുവാൻ. അപ്പോൾ നമുക്കിന്നിവിടെ അവസാനം കുറച്ച് പ്രണയ സന്ദേശങ്ങൾ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതും കൂടി വായിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് കാർഡ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ഊർജപ്രകാരം നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് വിവാഹം കഴിക്കണം എന്നുള്ള ഒറ്റ മോഹത്തോടു കൂടി നടക്കുന്ന ഒരു വ്യക്തിയെയാണ്. ഈ പേഴ്സന്റെ മനസ്സ് പ്രകാരം, നിങ്ങളോടുള്ള ഉദ്ദേശപ്രകാരം നമുക്കിന്നിവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എങ്ങനെയെങ്കിലും ജീവിത പങ്കാളിയാക്കി മാറ്റണം, നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊട്ടും കുരവയും ഒക്കെയായി മറ്റുള്ളവരുടെ മുന്നിൽ താലി ചാർത്തണം, സ്വന്തമാക്കണം, അഭിമാനത്തോടെ മുന്നോട്ട് പോകണം. ഈ ഒരു ചിന്താഗതിയാണ് ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ ഉയർന്നു നിൽക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും വളരെയധികം ബ്യൂട്ടിഫുള്ളായി അല്ലെങ്കിൽ മനോഹരമായി നിൽക്കുന്ന ഒരു സ്ത്രീയെയും പുരുഷനെയും, അതായത് ഒരു വരനെയും വധുവിനെയുമാണ് ഈ പേഴ്സൺ സ്വപ്നം കാണുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാനാകുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് ധൈര്യപൂർവം നേരിട്ട് വരുവാൻ ഈ വ്യക്തി കുറച്ച് മടിച്ചു നിൽക്കുന്നു എന്നുള്ളത് പരമമായ സത്യമാണ്. ഇവിടെ വിക്ടിം മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഞാൻ കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരിയാണ്, ഞാൻ ചെയ്തു പോയതെല്ലാം ഇങ്ങനെയായി പോയി, എന്നോട് ക്ഷമിക്കുക, എന്തുകൊണ്ടോ ഒരു ദുഷിച്ച സമയത്ത് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു, നിങ്ങളോട് എനിക്കങ്ങനെ പെരുമാറേണ്ടി വന്നു, നമ്മളുടെ പ്രണയം കളങ്കപ്പെടുത്തേണ്ടി വന്നു, അല്ലെങ്കിൽ അതിനെ എന്നേക്കുമായി നിർത്തിവെക്കേണ്ടി വന്നു. ഇങ്ങനെയുള്ള കുറ്റബോധമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകി നിൽക്കുന്നത്. ഒരു വിഷത്ത് നിങ്ങളോടുള്ള സ്നേഹവും കരുതലും, മറുവിഷം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള കുറ്റബോധവും. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരുടെ സാന്നിധ്യത്തോടു കൂടി ഈ വ്യക്തിയെ പല ചതിക്കുഴികളിൽ പോയി കൊണ്ട് വിട്ടതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. പുറത്തേക്ക് കടന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതമോ അല്ലെങ്കിൽ നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുവാനോ സാധിക്കുകയുള്ളൂ. ഈ സാന്നിധ്യത്തെക്കുറിച്ച് ഈ വ്യക്തി വളരെയധികം അറിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ്. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെയായപ്പോഴാണ് ഈ വ്യക്തി എത്രമാത്രം ദുഃഖത്തിൽ ആണ്ടുപോയി. മറ്റുള്ളവരൊക്കെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ ഈ വ്യക്തിയുടെ ബന്ധുക്കളാണോ, ശത്രുക്കളാണോ, മിത്രങ്ങളാണോ എന്നിങ്ങനെയുള്ള തിരിച്ചറിവുകളും എല്ലാം ഈ പേഴ്സൺ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെയായപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കിയ ആ ഒരു സത്യം എന്ന് പറയുന്നത് തീർത്തും ഒരു വൈര്യത്തിന് തുല്യമാണ്. വൈര്യം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? അത്രയും അധികം പണം കൊടുത്ത് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ കൈകളിലേക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റവും വലിയ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വ്യക്തിയാണ്, നല്ലൊരു മനസ്സിന് ഉടമയാണ്, നല്ല മനസ്സുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ശുദ്ധീകരണം സംഭവിച്ചിരിക്കുന്നു. അതൊരു പക്ഷേ സ്വന്തമായി കരഞ്ഞുകൊണ്ട് ദൈവങ്ങളോടും മറ്റു ശക്തികളോടും എല്ലാവരോടും മാപ്പ് പറഞ്ഞതുകൊണ്ടും ആകാം. അല്ലെങ്കിൽ നിങ്ങളോടുള്ള കുറ്റബോധം ഏത് നിമിഷം മുതൽ തൊട്ടാണോ ഈ വ്യക്തിക്ക് സംഭവിച്ചു തുടങ്ങിയത്, അപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ ഹൃദയവും ചിന്തകളും മനസ്സും എല്ലാം തന്നെ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ തീർച്ചയായിട്ടും അഴുക്കുണ്ടായിരുന്നു. പക്ഷേ ആ അഴുക്ക് പറ്റിയത് മറ്റൊരു വ്യക്തിയിൽ നിന്നും തന്നെയാണ്. അത് മറ്റൊരു വ്യക്തിയാകാം, വ്യക്തികളും ആകാം, സുഹൃത്തോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിലും ആകാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ച ഒരു പിടി മനോഹരമായ
ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ അതെവിടേക്കോ വെച്ച് നശിഞ്ഞു പോയി എന്നാണ് കാണിക്കുന്നത് മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാലാഖമാരുടെ ഊർജം ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്കാണ് വന്നുകൊണ്ട് നിന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ വിഷമിച്ചാൽ പോലും നിങ്ങൾ അതിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ ഉയർത്തെഴുന്നേൽക്കും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തികൾ കൂടിയാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ. അതുകൊണ്ട് ഇനിയും നിങ്ങളെ വേദനിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള തീരുമാനത്തോടെയാണ് മാലാഖമാരും പ്രപഞ്ചശക്തികളും നിങ്ങളുടെ പൂർവികരും എല്ലാം തന്നെ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രണയബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കടക്കാൻ സാധിച്ചു. ആദ്യമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ പോലും പിന്നീട് അതൊരു പോസിറ്റിവിറ്റിയിലേക്ക് വരുത്തിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഞാൻ ഒറ്റക്കാണ്, എനിക്ക് ആരുമില്ല എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട. ഈ സൂക്ഷ്മ ശക്തികൾ, അത് നമ്മളുടെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരുപാട് എനർജികൾ, ഊർജ തന്ത്രങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെ ഉണ്ട് എന്ന് തന്നെയാണ് ഈ വായനയിൽ വ്യക്തമായും കാണിക്കുന്നത്. ഇവിടെ നമുക്ക് കൃത്യതയോടുകൂടി ഈ വ്യക്തിയുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. വിദേശത്തായിരിക്കാം ഈ പേഴ്സൺ. എന്ത് തന്നെ ആയാലും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഉള്ള സ്ഥലങ്ങൾ എവിടേക്കാണോ, അത് ബസ് സ്റ്റാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥിരമായി നടന്നു പോകുന്ന വഴികളായിരിക്കാം, പഠിക്കാൻ പോകുന്ന കോളേജോ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളോ, അല്ലെങ്കിൽ സ്ഥിരമായി നിങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ പോകുന്ന ഹോട്ടൽ, മറ്റും കാര്യങ്ങളിലൊക്കെ വന്നു നിൽക്കുവാനായി ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്നാണ് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം അത്രമേൽ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നും റിക്കവർ ആകാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു പുനരുദ്ധാരണം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. കാരണം നിങ്ങളുടെ മനസ്സിന് അത്രയും അധികം യാതൊരു തരത്തിലും കളങ്കവുമില്ലാത്ത, കള്ളത്തരമില്ലാത്ത ഒരു മനസ്സാണ് നിങ്ങളുടേത്. അതിനാൽ തന്നെ പല ബന്ധങ്ങളിലും നിങ്ങൾക്ക് കരഞ്ഞിറങ്ങി പോരേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചതിയുടെ കുഴിയിൽ പെട്ടുപോയിട്ടുണ്ട്, വഞ്ചനയുടെ മറവിൽ നിങ്ങൾ മുങ്ങിത്താഴ്ന്നു പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഈ വ്യക്തി എല്ലാത്തിനും കൂടെ തയ്യാറായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. തീർച്ചയായിട്ടും തകർത്തെറിയപ്പെട്ട ഈ ഒരു പ്രണയബന്ധം തകർത്തെറിയപ്പെട്ടു എന്ന് തന്നെ പദപ്രയോഗം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ അത്രമേൽ, പ്രേക്ഷകരായ നിങ്ങൾ അത്രമേൽ നിങ്ങളുടെ കൈവെള്ളയിൽ അത് വെച്ച് വളരെ സുരക്ഷിതമായി കൊണ്ട് നടന്നിട്ടുള്ള, പരിപാലിച്ച് സ്നേഹിച്ച് അത്രയും പരിശുദ്ധമായി കൊണ്ട് നടന്നിട്ടുള്ള ഒരു പ്രണയബന്ധമാണ്. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ വളരെ നിസ്സാരമായി ഈ വ്യക്തി തകർത്തെറിയപ്പെട്ട് അത് പൊട്ടിച്ചിന്നി ചിതറിപ്പോയ ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതിനെ കോർത്തിണക്കുവാനാണ്, അല്ലെങ്കിൽ അത് ഏത് സാധ്യതകളിലൂടെ അത് സാധ്യമാകും എന്നുള്ളൊരു ചിന്തയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തകർത്തെറിയപ്പെട്ട് പോയിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തി എടുക്കുവാൻ സാധിക്കും, എങ്ങനെയൊക്കെ ശരിയാക്കി എടുക്കുവാൻ സാധിക്കും എന്നുള്ളത് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു പ്രധാന ചിന്തയായിട്ടുള്ള, അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒരു ചിന്തയായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കേൾക്കുവാൻ ഈ പേഴ്സൺ തയ്യാറാണ്. കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്നത്, ഈ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിൽ നിന്നും വളരെയധികം ഈ പേഴ്സൺ കരകയറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല ക്ഷമയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒട്ടും തന്നെ ക്ഷമയില്ല എന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സണ് യാതൊരു കാരണവശാലും ക്ഷമയില്ല. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല അതിന് ക്ഷമിച്ച് ഇരിക്കാനായിട്ട്. കാരണം ഓരോ ദിവസവും ക്ഷമയോട് കൂടി ഇരിക്കും തോറും ഈ ഒരു ബന്ധം ഈ വ്യക്തിയുടെ കൈകളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള സത്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയാണ് ഈ വ്യക്തിയെ ഓരോ നിമിഷവും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയുടെ വീട്ടിലേക്കോ, അല്ലെങ്കിൽ കംഫർട്ടബിൾ സോണിലേക്ക്, അതായത് വളരെയധികം സമാധാനപരമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം, ഈ വ്യക്തിയുടെ പേഴ്സണൽ പരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, വ്യക്തിപരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ വന്നിരിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലൂടെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. നമുക്കിവിടെ തീർത്തും ഇപ്പോൾ ഈ പ്രണയബന്ധത്തിന്റെ ആവശ്യക്കാരൻ എന്ന് പറയുന്നത് ഈ പേഴ്സൺ ആണ്, ഒരിക്കലും നിങ്ങളല്ല. കാരണം ഇത്രയും കാലം നിങ്ങളായിരുന്നു ഇതിന്റെ ആവശ്യക്കാരൻ.
നിങ്ങളായിരുന്നു ഈ വ്യക്തിയെ പിന്തുടർന്നുകൊണ്ടിരുന്നിരുന്നത്, സംസാരിക്കാൻ ശ്രമിച്ചിരുന്നത്, കോർത്തിണക്കി കൊണ്ടുപോകാൻ നോക്കിയിരുന്നത്, പ്രണയബന്ധത്തെ തൻ്റെ ഒരു കുഞ്ഞിനെ പോലെ കൈകളിൽ സൂക്ഷിച്ചുകൊണ്ട് ഭദ്രമായി മുന്നോട്ട് പോയിരുന്നത് എല്ലാം നിങ്ങളായിരുന്നു. നിങ്ങൾ അത്രയും, നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള തിരക്കുകളുണ്ട്. പഠിക്കുന്നവരായിരിക്കാം, വിദ്യാർത്ഥികളായിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തലയിലായിരിക്കാം. പക്ഷെ എല്ലാത്തിൻ്റെയും ഇടയിൽ പോലും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എത്ര തിരക്കില്ലാത്ത സമയമാണെങ്കിൽ പോലും ഒരു നേരമെങ്കിലും നിങ്ങൾ ഈ വ്യക്തിയെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം സമയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കിയെടുക്കും. അത് നിങ്ങൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾ അത്രയും പ്രാധാന്യം ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഈ വ്യക്തിയാണെങ്കിൽ എപ്പോഴും തിരക്കായിരുന്നു, മറ്റുള്ളവരുമായിട്ടൊക്കെ ചങ്ങാത്തം കൂടി ഒക്കെ നടക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ സ്നേഹവും അല്ലെങ്കിൽ അവരുടെ സത്യസന്ധതയും ഒക്കെയാണ് വലുത് എന്നുള്ള രീതിയിൽ അവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളെ താഴ്ത്തിക്കൊണ്ടൊക്കെയാണ് ഈ പേഴ്സൺ ഒരു സേഫ് ആയിട്ട് നടന്നിരുന്നത്, ഒരു തണുപ്പൻ മട്ടിൽ നടന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര തിരക്കേറിയ നിമിഷമാണെങ്കിൽ പോലും, സാഹചര്യമാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രണയ സന്ദേശങ്ങൾ വായിക്കാം. നിന്റെ സത്യസന്ധത എനിക്ക് വളരെ ഇഷ്ടമാണ്. അതെ, എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, എന്നെ അവഗണിക്കല്ലേ പ്ലീസ്. ഞാൻ നിന്നെ അപമാനിച്ചു, എനിക്ക് മാപ്പ് തരണം, എനിക്കൊരു അവസരം തരണം. അതെ, നീയുമായി അകന്നപ്പോൾ ആണ് നീ എത്രമാത്രം എനിക്ക് വിലപ്പെട്ടതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും പ്രണയ സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രണയ സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രണയത്തിനേക്കാൾ ഉപരി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഉള്ളിൽ തട്ടി ഹൃദയത്തിൽ നിന്നും ഈ വ്യക്തിയുടെ വരുന്ന വാക്കുകളാണ്. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്വന്തം തെറ്റാണ് എന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഈ വ്യക്തിക്ക് ഉണ്ടായല്ലോ, അതാണ് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ്. അപ്പോൾ ഇന്നത്തെ വായന അവസാനിക്കുകയാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.